അയാള് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ ഈ പറയുന്ന മുകേഷ് MLA ഉണ്ടല്ലോ കൊല്ലത്തെ, പുള്ളി എന്നേ രാജിവെക്കേണ്ടില്ല. പുള്ളി എന്തുകൊണ്ട് രാജിവെപ്പിക്കുന്നില്ല? ഈ മുകേഷ് MLA-ക്കെതിരെ ഒരു ചെറു പാർട്ടിന്ന് പോലും പുറത്താക്കാത്ത മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പോയിട്ട് ആ കുഞ്ഞിനെ വീണ്ടും എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഈ പറയുന്ന ഈ ഇപ്പം പൊക്കിക്കൊണ്ടുവന്ന സ്ത്രീകള് ഇവരെ അന്ന് സുഖിച്ചു കിടന്നപ്പോ എന്താ ഇത് വേണ്ട എന്ന് പറയാഞ്ഞത്? നമ്മളുടെ ഈ കേരളത്തിലുള്ള ആയാലും ഇന്ത്യയിലുള്ള ആയാലും എല്ലാ രാഷ്ട്രീയക്കാരിലും 90% പേരും കോഴികൾ തന്നെയാണ്. ഇതാണൊക്കെ പല പരിപാടികളും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളത്. ഇത്രയും കേരളത്തിൽ ഇത്രയും അഴിമതിയും ജനദ്രോഹപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നടന്നു. നട്ടല്ലുള്ളൊരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ പല കാര്യങ്ങളും. ഗണേഷ് കുമാർ വന്ന ശേഷം പുള്ളി തെറ്റായ കാര്യങ്ങളെല്ലാം ചെയ്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ 90% ഇപ്പം പുള്ളിക്കാരൻ ചെയ്ത് KSRTC വളർത്തിക്കൊണ്ടുവന്നത് അതെ അദ്ദേഹം തന്നെ. പച്ചയ്ക്ക് പറയുന്ന മിടുക്കനായിട്ടുള്ള നേതാവെന്ന് പറയാൻ KB ഗണേഷ് കുമാറിനെ. കാരണം ഇപ്പോൾ അയാൾ ഭയങ്കര രീതിയിൽ KSRTC രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സുരേഷ് ഗോപി എടുത്ത് ഒരു വീടില്ലാത്ത ഒരാൾ കൊണ്ടൊരു സംഭവം കൊടുത്തു, നിവേദനം കൊടുത്തു. അയാൾ അത് നിഷേധിച്ചു. സുരേഷ് ഗോപി പുള്ളിയുടെ പണിയല്ലെന്ന് പറഞ്ഞു. ഇവിടെ ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ. ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ്. പുള്ളിയുടെ അതിനകത്ത് പേടിക്കാം. അല്ലാതെ ഇവന്മാർ 10 PA-മാരെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവന്മാർ ഒറ്റ വിളിച്ച് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഈ MLA-മാർക്ക് ഏതെങ്കിലും സാധാരണക്കാരന്മാർക്ക് കാണാൻ പറ്റുമോ? ചെന്ന് കയറാൻ പറ്റും. ഈ 10 PA കാണും. ഏതെങ്കിലും ഒരാൾ പറയുന്ന കണക്ക് കറങ്ങുന്ന കസാര ഇരുന്നിട്ട് അണ്ടിപ്പരിപ്പ് നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. AC കാറി കയറി കറങ്ങുമല്ലോ ഇവന്മാരെല്ലാം. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി തൃശ്ശൂർ ജയിച്ചപ്പം രാഷ്ട്രീയം നോക്കാതെ നമ്മളെല്ലാം വിചാരിച്ചത് നല്ലൊരാളായിരിക്കും. പക്ഷെ പുള്ളി നല്ല ആളൊക്കെയാണ്, എന്തെങ്കിലും ചെയ്യും, അത് ചെയ്യുമായിരിക്കാം. പക്ഷെ അങ്ങനെ ഇതാ. പക്ഷേ പുള്ളിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്ത് എല്ലാവരും പുള്ളി അമ്പ്രാനാണ്, പുള്ളിയുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു നിൽക്കണം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ.